ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റി. കർക്കാർഡുമ കോടതിയാണ് വിധി പറയുന്നത്. UAPA കേസിൽ സ്ഥിരജാമ്യത്തിനായാണ് വിചാരണ കോടതിയെ സമീപിച്ചത്. തൗഫീഖ് അസ്ലം വിശദാംശങ്ങളുമായി. തൗഫീഖ്, ജാമ്യാപേക്ഷ മാറ്റിവെച്ചതിന്റെ സാഹചര്യം ഇനി എപ്പോഴെടുക്കും? അസിഫുദ്ദീൻ, ജാമ്യാപേക്ഷയിൽ വിധി പറയാനായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പരമാവധി ഇന്ന് വൈകുന്നേരം തന്നെ വിധി പറയാൻ ശ്രമിക്കാമെന്നാണ് വിചാരണ കോടതി ജഡ്ജി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വിധി പറയാൻ സാധിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച അടുത്ത പ്രവൃത്തി ദിവസം വിധി പറയാമെന്ന് കൂടി ജഡ്ജി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷ ഒരുമിച്ചാണെന്ന് വിചാരണ കോടതി പരിഗണിച്ചത്. 2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട ഇരുവരും തിഹാർ ജയിലിലാണ്. നേരത്തെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഇവരുടെ ജാമ്യാപേക്ഷ എത്തുകയും ഷർജീലിനും അതോടൊപ്പം തന്നെ ഉമർ ഖാലിദിനും സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുകയും മറ്റുള്ളവർക്ക് ഈ കേസിൽ ജാമ്യം അനുവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഉമർ ഖാലിദിന് ജാമ്യം ലഭിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഈ സ്ഥിര ജാമ്യത്തിനായിട്ടുള്ള ഒരു അപേക്ഷയാണ് കർക്കർദുമ കോടതി പരിഗണിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ജാമ്യാപേക്ഷ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും ഉണ്ടാവുക. വിശദമായിട്ടുള്ള ഒരു വാദം തന്നെ ഇന്ന് കോടതിയിൽ നടക്കുകയുണ്ടായി. നേരത്തെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശങ്ങൾ ഉൾപ്പെടെ ഷർജീലിന്റെയും അതോടൊപ്പം തന്നെ ഉമർ ഖാലിദിന്റെയും അഭിഭാഷകർ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.